കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയല്ലോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് കേട്ടോ, രാധികാമ്മയുടെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഗോവിന്ദ് കിഷോറിനോട് ചോദിക്കണം, അല്ല നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ, നിന്നോട് ആര് പറഞ്ഞിട്ടാന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിഷോർ പറഞ്ഞു, ഗോവിന്ദ് സാർ അത് എന്നോട് ഗീതുമാടം പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ, ഗീതുമാടം വിളിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. ഗീതുമാടോ? അതെ, ആ ഇരിക്കുന്ന കണ്ണിൽ നിന്ന് കൈ ചൂണ്ടുവാണ്. അങ്ങനെ കൈ ചൂണ്ടി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അവരങ്ങ് തിരിയുവാണ്. തിരിഞ്ഞു കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനും അവർണിയെ തിരിയുന്നത്. അവർണിയെ കണ്ടതും ഒരു ഞെട്ടലുണ്ടായി കിഷോറിന്. ഇതാണോടെ നിന്റെ ഗീതുമാടം എന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് അവർണിയും കൂടെ എഴുന്നേറ്റ് വരുവാണ്. അവർണി എഴുന്നേറ്റ് വന്നിട്ട്, നീ ഇത്രയും വലിയ ചതിയനാന്ന് ഞാൻ വിചാരിച്ചില്ല എന്നും പറഞ്ഞോണ്ട് നേരെ കിഷോറിന്റെ കാരണത്ത് രണ്ടെണ്ണോട് പൊട്ടിക്കുവാണ്. പിന്നീട് പറഞ്ഞു, ഇവൻ ജീവിച്ചിരിക്കാൻ അർഹനല്ല ഗോവിന്ദ് സാർ, ഇവനെ അങ്ങ് തീർത്തേക്കാന്ന് പറയാണ്. അല്ലെങ്കിലും ഇവനെ പോലെ ഒരു ചതിയനെ എന്റെ ഭർത്താവായിട്ട് എനിക്ക് വേണ്ട, എന്റെ കുഞ്ഞിന്റെ അച്ഛനായിട്ട് എനിക്ക് വേണ്ടാന്ന് പറയണം. ഈ സമയത്ത് കിഷോർ വന്നിട്ട്, നീ എന്താടാ വിചാരിച്ചേ? നീ വിരിച്ച വലയിൽ ഞങ്ങൾ കുടുങ്ങുന്നോ? പക്ഷേങ്കിൽ ഞങ്ങൾ വെച്ച കെണിയെ നീ കുടുങ്ങുക ചെയ്തേ, നിന്നെ ഞങ്ങൾ കെണി വെച്ച് പിടിക്കുകയോ ചെയ്തേടാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിഷോറിന്, ഗോവിന്ദ് സാർ തെറ്റിദ്ധരിച്ചിരിക്കുക, ഒരു തെറ്റിദ്ധാരണ ഇല്ലടാ, ശരിയായിട്ട് തന്നെയാന്ന് പറയണം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു, ഇനിയിപ്പൊ നീ ഇനി ജീവിച്ചിരിക്കാൻ അർഹനല്ല, നിന്നെ ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഗോവിന്ദ് അവന്റെ നേരെ കാല് പൊക്കി തൊഴിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് അവന് എളിയത്തിരിക്കും തോക്കെടുത്ത് അവരുടെ നേരെ ചൂണ്ടുന്നത്. പെട്ടെന്ന് അവരുടെ പുറയിലായിരുന്നു ഗോവിന്ദന് നേരെ തോക്ക് ചൂണ്ടിട്ട് പറഞ്ഞു, ആദ്യം നീ പിന്നെ എന്റെ ഭാര്യ, നിങ്ങളെ രണ്ടുപേരെ ഞാൻ ഇല്ലാതാക്കും. കാരണം പറയുന്നത് എന്താണെന്നറിയാവോ? അത് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാരണമായിരിക്കും. കാരണം അവിധം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഭാര്യയുടെ കാമുകനെയും വെടിവെച്ചു കൊന്നു. ഇതായിരിക്കും നമ്മുടെ തലക്കെട്ടെന്ന് പറയുമ്പോൾ. ഇത് കേട്ടെന്നും ഗോവിന്ദനും ഗീതയുടെ ഞെട്ടലുണ്ടായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അവർണി എന്ത് ചെയ്യണം, ഗോവിന്ദന് അവർണികയിലും ഒരു ഞെട്ടലുണ്ടായിട്ട് ഇടയ്ക്ക് പേര് പറയും മാറിപ്പോകുന്ന കേട്ടോ. പെട്ടെന്ന് പറയുന്ന അവർണിക എന്ത് ചെയ്യണം, അവനെ ഇങ്ങ് വന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് തോക്കും കൂടി പിടിച്ചു മേടിക്കാൻ തുടങ്ങുകയാണ്. പുറയുന്നുള്ള അറ്റാക്ക് ചെയ്യാതുകൊണ്ട് ഒരു നിമിഷം കിഷോറിനൊന്ന് പതറി. ഈ സമയത്ത് ഗോവിന്ദും കൂടെ കയറി പിടിക്കുവാണ്. ഗോവിന്ദൂടെ കയറി പിടിച്ചു കഴിഞ്ഞിട്ട് അവന്റെയും തോക്ക് മേടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൻ എന്ത് ചെയ്യുക, ഗോവിന്ദനെ അടിച്ചിട്ട് തോക്കും കൂടി ചാടി എഴുന്നേക്കുക. ഈ സമയത്ത് അവർണികയും ഗോവിന്ദും ഒരുമിച്ചായിപ്പോയി. രണ്ടുപേരുടെ നേർക്ക് തോക്ക് ചൂണ്ടിട്ട് പറഞ്ഞു, ഇനി ഒരു നിമിഷം അനങ്ങരുത്, ഇതോടുകൂടി നിന്റെയൊക്കെ കഥ തീർന്നു. ഇനി പിന്നെ നിങ്ങൾ രണ്ടുപേരും ചത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗീതു അവള് പിന്നെ ആത്മഹത്യ ചെയ്തോളൂ. ഇതിന്റെ പേരില് അറിയാലോ, നാണക്കേട് കാരണം അവൾക്ക് പിന്നെ മുഖം ഉയർത്തി നടക്കാൻ പറ്റുമോ, അവൾ ആത്മഹത്യ ചെയ്തോളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അവസാനിക്കും എന്ന് പറയാണ്. നിന്നെയൊക്കെ ഞാനിന്നുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു തോക്ക് ചൂണ്ടി നിൽക്കുവാണ്. ഈ സമയത്ത് താഴെ സുവർണയും വരണും കൂടെ നിൽക്കുവാണ്. ഇപ്പൊ എങ്ങനെയായി തീരും കാര്യങ്ങള്? ഏകദേശമൊക്കെ ഒതുങ്ങി കാണുമായിരിക്കും. പക്ഷെ അവനെ ആള് കിഷോർ എന്തേലും അകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അമ്മ ചീത്ത പറയും. അത് പാടില്ല, നമുക്ക് അങ്ങോട്ട് കാര്യം ചെല്ലാന്ന് പറഞ്ഞ് പോവാണ്. അപ്പൊ കഥ കടഞ്ഞു കിടക്കുന്നുണ്ടപ്പോഴത്തേനും തന്നെ വരുണും പറഞ്ഞു, ഇതെങ്ങനെ തുറക്കും? ഒരു കാര്യം ഞാൻ ചവിട്ടി തുറക്കാന്ന് പറഞ്ഞിട്ട് വരുണ ഒറ്റ ചവിട്ട് കൊടുക്കാണ്. പക്ഷെ ആ ചവിട്ടിയതും അവൻ എടുത്തടിച്ച് മുറിക്കകത്തേക്ക് വന്ന് വീണു ഒരുമിച്ചായിരുന്നു. ഈ കഥ കാരണം തുറന്നിട്ട ശരിക്കും അത് ചാരിയിട്ടുണ്ടായിരുന്നുള്ളൂ, പൂട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ കൈ പിടിച്ച് താഴേക്ക് വന്ന് വീണത്. അങ്ങനെ വീണ് നിൽക്കുന്ന സമയത്താണ് ഗീതു മോളിൽ നിന്ന് ഓടി ഇറങ്ങി വരുന്നത്. വരുണേട്ട രക്ഷിക്കണം, കിഷോർ മോളിലുണ്ട്, അവൻ എന്നെ ചതിക്കാൻ തുടങ്ങുക, അവൻ എന്നെ ഇല്ലാതാക്കാനായിട്ട് നശിപ്പിക്കാൻ വരുന്നുള്ളെന്നും പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സുവർണ എന്ത് ചെയ്യണം, പെട്ടെന്ന് വീഡിയോ പിടിക്കുകയാണ് ഈ പറയുന്നതൊക്കെ. വരുൺ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, നിന്റെ കള്ളക്കളികളൊന്നും ഞങ്ങളോട് വേണ്ട, മനസ്സിലായടി, നീ അവനുമായിട്ട് ചേർന്നിട്ട് ഞങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുമെന്നായപ്പത്തിന് ഇങ്ങോട്ട് വന്നിരിക്കുവല്ലേ, നിന്റെ അഭിനയം കൊള്ളാം. അതെ, ആ കഥ അങ്ങ് അടച്ചേക്കാൻ പറയാണ് സുവർണയോട് കഥ അടയ്ക്കാൻ പറഞ്ഞിട്ട് വരുൺ പറഞ്ഞു, ഇനിയേ ഗോവിന്ദേട്ടനും അമ്മയും കൂടെ വരാനുണ്ട്, അവരും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും സത്യങ്ങളൊക്കെ അറിയും. പിന്നീടാണ് നിന്റെ കള്ളത്തരം വിളിച്ചതാവും പോകുന്നത്. അങ്ങനെ ഈ തവണ നീ രക്ഷപ്പെടില്ലടി, നീയും അവനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ ഇവിടെ പറയൂന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഗീത പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത് വരുണേട്ടാ, അങ്ങനെയൊന്നും പറയരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. തെറ്റ് ചെയ്തിട്ടില്ല, നീ ഒരു പുണ്യാളത്തി, നീ അവിടെ അടങ്ങി നിൽക്കടി, നിനക്ക് ഇനി ഇവിടുന്ന് രക്ഷയില്ലെന്ന് പറയാണ്. ഈ സമയത്ത് തോക്ക് ചൂണ്ടി നിൽക്കുമായിരുന്നു കിഷോർ അവർക്ക് നേക്ക്. പെട്ടെന്നാണ് പറയുന്ന ഒറ്റ ചവിട്ട് കിട്ടിയത്. അജാസിന്റെ മാസ് എൻട്രി ആയിരുന്നു. ഒറ്റ ചവിട്ടോട് കൂടി നടുവടിച്ച് തോക്കും താഴെ വീണ് കിഷോർ അവിടെ കിടക്കുവാണ്. കിഷോറിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് എന്ത് ചെയ്യണം, കിഷോർ ചാടി അങ്ങ് എഴുന്നേക്കുവാണ്. ചാടി എഴുന്നിട്ട് ആ തോക്ക് പോയി എടുക്കുവാണ്. തോക്ക് പോയി എടുത്തിട്ട് വീണ്ടും തോക്ക് ചൂണ്ടുവാണ്. അങ്ങനെ തോക്ക് ചൂണ്ടി ട്രിഗർ വലിക്കുന്ന സമയത്ത് അതിനകത്ത് വെടിയുണ്ടി ഒന്നും വന്നൊന്നുമില്ല. പക്ഷെ കാഞ്ചി വലിച്ചിട്ടോ ഒരു അനക്കവും വന്നില്ല. ഈ സമയത്ത് കിഷോർ നമ്പരുന്നു. അത്ര സമയം മാത്രം മതിയായിരുന്നു
ഗോവിന്ദ് എന്നിട്ട് അവനെ അങ്ങ് പഞ്ഞിക്കിടുകയാണ്, അവന്റെ കർണം അടിച്ച് പൊട്ടിക്കുകയാണ്. അതേസമയം തന്നെ അജാസും അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടി കളിക്കുന്ന പോലെയായിരുന്നു പിന്നീട് രണ്ടുപേരും കൂടെ. ഇപ്പം മാലപ്പടക്കത്തിന് തിരി കൊളുത്തിയതുപോലെയായിരുന്നു എന്ന് പറഞ്ഞ പോലെ കിഷോറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചൊരു പരുവാക്കി വിട്ടു. അവസാനം കിഷോർ ഗോവിന്ദിന്റെ കാലി വീഴുവാണ്. ഗോവിന്ദ് സാർ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വെറുതെ പറഞ്ഞ എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർണയെ പറഞ്ഞു, നിന്നെ ജീവിക്കാൻ അനുവദിക്കണം അല്ലേ? നീ എന്താ വിചാരിച്ചേ? ഈ തോക്കായിരുന്നു നീ കൊണ്ടുവന്നേ. ഈ തോക്കെടുത്ത് തിളങ്ങും വിലങ്ങും നോക്കുക. ഇത് ഡാഡിയുടെ തോക്കല്ലായിരുന്നോടാ. ഈ തോക്കിനകത്തെ വെടികൊണ്ട് ഞാൻ തന്നെയാ മാറ്റിയത്. ബുള്ളറ്റ് മാറ്റി എന്തിനാണെന്നറിയാവോ? സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഡാഡി നിന്നെ കൊല്ലാതിരിക്കാൻ വേണ്ട ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ അതിപ്പോ ഉപകാരമായി പോയി. ഇല്ലായിരുന്നെങ്കിൽ നിന്നെപ്പോലെ ഒരു ചതിയന്റെ കൈകൊള്ളുകൊണ്ട് ഞങ്ങൾ തീർന്നേനെന്ന് പറയാണ്. അതാണ് പറയുന്നത്, ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് എന്നോട് ദേഷ്യം വന്നു. ഗോവിന്ദ് വന്നിട്ട് അവനെ രണ്ടെണ്ണം വെച്ച് പൊട്ടിക്കുക. ഇതെന്തിനാണെന്നറിയാവോടാ? ഇത് ഉണ്ടയില്ലാത്ത തോക്കും കൊണ്ട് ഞങ്ങളെ വെടിവെക്കാൻ വന്നേന്. അതോടൊപ്പം തന്നെ അജാസിന്റെ വക അജാസും കൊടുത്തു രണ്ടെണ്ണം. എടാ ഇങ്ങനത്തെ തോക്കുമായിട്ടാണ് നീ നടക്കണേന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവന് പൊടി പൂരമായിരുന്നു. അങ്ങനെ അടികൊണ്ട് അവശതയായി നിലത്ത് കിടക്കുന്ന അവൻ്റെ അടുത്തേക്ക് അവർണയെ വന്നു കഴിയുമ്പോഴത്തേനും ഗോവിന്ദന് നേരെ കൈകൂപ്പിയാൻ പറയാം, സാറേ ഇനി ഒന്നും ചെയ്യരുത്, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണണം, എൻ്റെ കുഞ്ഞ് അവർണയുടെ വയറ്റിലുണ്ടെന്ന് പറയാം. ഇപ്പോഴാണോടാ നീ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഇത്ര നാൾ നിനക്ക് കുഞ്ഞില്ലായിരുന്നോളം ചോദിച്ചിട്ട് പിന്നേരത്തെ അടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സമയത്ത് വരുൺ അവളോട് ചോദിക്കുക, എന്തിയേ നിന്റെ കിഷോർ എന്തിയെ? ഓ മുകളിലായിരിക്കില്ലേ, അവരെ വിളിക്കടി, അവനെ ഞങ്ങളത് കാണട്ടെ എന്ന് പറയണേ. ഈ സമയത്താണ് സ്റ്റെയർ കേഴ്സിൽ നിന്ന് കിഷോർ ഉരുണ്ട് താഴേക്ക് വരുന്നത്. താഴേക്ക് വന്ന് കിടന്നും വരുണും സുവർണ അമ്പരപ്പോടു കൂടിയാ മുകളിലേക്ക് നോക്കുന്നത്. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടുന്ന് അവർണ എങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അവർണയെ താഴേക്ക് ഇറങ്ങുന്നു. അവർണയെ കണ്ടത് വരുൺ പെട്ടെന്ന് എന്നിട്ട് പറഞ്ഞു, ഇവനെയല്ല അടിച്ച് ശരിയാക്കേണ്ടത്, ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇവളും കൂടെ കൂടി ചേർന്നിട്ടാണ്. അതിന് കിഷോറിനെ തല്ലിയിട്ട് കാര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ട് ഞാൻ അവർണയെ പറഞ്ഞു, എനിക്ക് കിഷോറിനെ തല്ലി ഞാനല്ലല്ലോ എന്ന് പറയും. പിന്നെയോ ആ സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഗോവിന്ദിന്റെ ഒരു മാസ് എൻട്രി ആയിരുന്നു. ഗോവിന്ദ് അങ്ങനെ ഇറങ്ങി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല. ഗോവിന്ദിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അജാസും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിപ്പോയി വരുണ്. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ തന്നെ വരുൺ പറഞ്ഞു, ആഹാ അപ്പൊ ഗോവിന്ദേട്ടൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? കണ്ടോ ഇതാ പറഞ്ഞേ, ഗീതുവിന്റെ കിഷോറിന്റെ കള്ളത്തരം കയ്യോടെ ഗോവിന്ദേട്ടൻ പിടികൂടിയില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവർ തമ്മിൽ അഭിഹിത ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലെന്ന് ചോദിക്കണം. ഇത് കേട്ടതും ഗോവിന്ദ് വന്ന് കർണം തീർത്ത് നാളെ പൊട്ടിക്കണം. വരുണിന്റെ കർണം തീർത്ത് പൊട്ടിച്ചിട്ട് പറഞ്ഞു, നീ എന്താ വിചാരിച്ച? ഇനി നീ അങ്ങനെ കള്ളത്തരൊന്നും പറയണ്ട മോനെ, സത്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്ന. ഗോവിന്ദേട്ടൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവരെന്തൊക്കെയോ പറഞ്ഞ് ഗോവിന്ദേട്ടനെ മനസ്സ് മാറ്റിയിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാ. ഇവർ തമ്മിൽ അഭിഹിത ബന്ധമുണ്ട്. അല്ലെങ്കിൽ അവർണയോട് ചോദിച്ചു നോക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവർണയെ പറഞ്ഞു, ഇനിയിപ്പോ ഉരുണ്ട് കളിക്കേണ്ട വരുൺ സാറേ, സത്യങ്ങളൊക്കെ ഗോവിന്ദ് സാറിന് അറിയാന്ന് പറയാണ്. വെറുതെ ഇനി അവിടെ കിടന്ന് ഉരുളുണ്ടെന്ന് പറയണ. ഗോവിന്ദ് വന്നിട്ട് നീ എന്താ വിചാരിച്ചേ വരുണെന്ന് ചോദിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വരുണിന് മനസ്സിലായി കള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്തായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു. ഈ സമയത്ത് അജാസ് വന്ന് അവന്റെ കോളറിനെ കൂടെ കുത്തിപ്പിടിക്കുന്നുണ്ട് കിഷോറിന്റെ. പറഞ്ഞു കൊടുക്കണം നിന്റെ സത്യങ്ങളൊക്കെ, നീയൊക്കെ എന്താ വിചാരിച്ചതെന്ന് ചോദിക്കുവാണ്. ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ട് ഇവിടെ നടന്നത് എന്താണെന്നറിയാവോ? കിഷോറിനെ ഞങ്ങൾ വല വീശി പിടിക്കുകയോ ചെയ്തേ. ശരിക്കും കിഷോർ ഞങ്ങളെയല്ല, ഞങ്ങൾ അവനെയാ വല വീശി പിടിച്ചതെന്ന് പറയാണ്. പെട്ടെന്ന് ഗീതു അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഇപ്പം മനസ്സിലായല്ലോ എല്ലാവരും ചതി എന്താന്ന്. ഇനിയിപ്പോ ഇവര് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഒരാളും കൂടെ ഉണ്ട്. അതാരാന്നറിയണ്ടേ? നമ്മുടെ രാധികാമ എല്ലാ പ്ലാനുകളും ചെയ്തിട്ട് അവര് മാറി നിൽക്കുവാന്ന് പറയും. ഈ സമയത്ത് സുവർണ വന്നിട്ട് ശരിയാണ്, രാധികാമയെ വരുണുമാണ് കിഷോറും ഗീതവും തമ്മിലുള്ള ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് തെളിവുകളുമായിട്ട് വന്നേ. അതറിയാവോന്ന് ചോദിക്കുകയാണ്. എന്നെ എന്നിട്ട് അങ്ങനെ വിശ്വസിപ്പിക്കുകയും ചെയ്തെന്ന് പറയാണ്. എല്ലാം കേട്ട് ഞാൻ വെളുത്ത് നിൽക്കുക വരുണിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. കിഷോറാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലാത്ത അവസ്ഥ. കാരണം മോള് വെച്ച് അവനിട്ട് നല്ലൊരു കൊടുപ്പം കൊടുത്തായിരുന്നു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ വേണ്ടാത്ത സ്ഥാനത്ത് തന്നെ അവനെ ഇടിച്ച് പരുവാക്കി വിട്ടു. അവന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി അവനെ കലക്കി കളഞ്ഞെന്നുള്ളതാണ്. അതുകൊണ്ട് അവനിങ്ങനെ ഒരുമാതിരി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാണ്. ഏറ്റു നിന്നിട്ടുണ്ട് താഴെ വീഴുമെന്നുള്ളൊരവസ്ഥയാണ്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് രാധികാമ്മയുടെ വണ്ടി പുറത്തു വന്നിരിക്കുന്ന കാറ്. രാധികാന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം, പൊടിയായിട്ടുണ്ട്. ഇന്നത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കണം. വരുണിനെ എങ്ങനെയായാലും ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോയോ പറ്റുള്ളൂ. ആ ഒരു തീരുമാനത്തോടെ രാധികാമ്മ അകത്തേക്ക് വരുന്നേ. അങ്ങനെ രാധികാമ്മ അകത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഗോവിന്ദനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞില്ലേ കണ്ണാ, ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ സത്യങ്ങളൊക്കെ പുറത്തു വന്നില്ലേ? കിഷോറും ഗീതിന്റെ കാര്യങ്ങളെല്ലാം പുറത്തു വന്നില്ലേ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചു രാധികാമ്മ, അല്ല നിങ്ങൾ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ അവർണികം പറഞ്ഞു, ശരിയാണ്, ഇവരും വരുണേറ്റം കൂടിയാണ് എന്നോട് ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതെന്ന് പറയാണ്.
പെട്ടെന്ന് ഗീതു വന്നിട്ട് ചോദിച്ചു, അല്ല ഇത്രയും വലിയ തെറ്റ് ചെയ്ത രാധികാമ്മയ്ക്ക് കണ്ണേട്ടൻ എന്ത് ശിക്ഷയെ കൊടുക്കാൻ പോണേ? ഇനി ഇവരെ വെറുതെ വിടാനാണ് കണ്ണേട്ടന്റെ ഉദ്ദേശം? സത്യം പറ കണ്ണേട്ടാ, ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞു, ഗീതു നീ ഉദ്ദേശിച്ച പോലെ അല്ല കാര്യങ്ങളെന്ന് പറയണേ. ഗീതീഷ് അതെന്താന്ന് ചോദിക്കണം. പെട്ടെന്ന് രാധികാൻ പറഞ്ഞു, ഞാൻ തന്ന ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് അല്ലേ കണ്ണാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, ശരി അമ്മേ, അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു പറയണം. ഇത് കേട്ടതും എല്ലാവരും ഒരു ഞെട്ടലുണ്ടായി. എന്താ സംഭവം എന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല. ഇതെന്താ ഇങ്ങനെ പറയണത്? രാധികാമ്മ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ പിന്നീട് കാണിക്കുന്ന രാധികാമ്മ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് കാഞ്ചന വരുമായിരുന്നു. കാഞ്ചന വന്നിട്ട് ചോദിച്ചു, ഓ രാധികാമ്മ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അതെന്താ അങ്ങോട്ട് പോകുന്നത്? അല്ല എല്ലാരും അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. ഗീതുപ്പാപ്പ പോയിട്ടുണ്ട്. വേറെ ആരാ പോയിക്കുന്നത്? ഗോതമ്പാമ്മ പോയിട്ടുണ്ട്. ഗോതമ്പാമ്മ ഗീതുപ്പാപ്പയുടെ കൂടെ അവിടെ അടിച്ചു വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വിളിക്കുന്നത് കേട്ടാന്ന് പറയാണ്. ഇത് കേട്ടതും രാധികാമ്മയിൽ ഒരു ഞെട്ടലുണ്ടായി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഗീതിനോടൊപ്പം ഗോവിന്ദും കൂടെ പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് വല്ലാത്ത പ്രശ്നവും. വരണങ്ങ് ചെന്ന് കയറി കൊടുത്തു കഴിയുമ്പോഴത്തേനും ആകെപ്പാടെ പദ്ധതികളെല്ലാം പൊളിയൂലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുവാണ്, വിളിക്കുവാണ്. രാധികാമ്മ വരന്റെ ഫോണിലേക്ക് വിളിക്കുക. വരന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് വരന്റെ കിട്ടുന്നില്ല. ഫോൺ കാറിനകത്ത് ചാർജ് ഇരുന്ന് കുത്തിയിട്ടേക്കുമായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നോർത്ത് രാധികാമ്മ എന്ത് ചെയ്യുവാണ്, ഒരു നമ്പർ ഇട്ടിട്ട് തന്നെ കാര്യം, ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുമെന്ന് മനസ്സിലായി. അപ്പൊ അതാണ് സംഭവിച്ചത്. കാഞ്ചനയാണ് ഇവിടെ വില്ലത്തി ആയിരിക്കുന്നത്. കാഞ്ചനയാണ് സത്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന്റെ മനസ്സ് മാറ്റാനായിട്ട് രാധികാമ്മ തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു. അതാണ് ഇവിടെ നടന്നത്. രാധികാമ്മ ഗോവിന്ദനെ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇനിയിപ്പോൾ എന്തൊക്കെയാവും അറിയത്തില്ല. ഗീതുവിന്റെ ഈ പ്ലാനും പൊളിഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നേ രാധികാമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചതാന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, കിഷോറിനോട് ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വരണമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും. അതിന്റെ വിശേഷങ്ങൾ വരുന്നുള്ളൂ. രാധികാമ്മ ഇവിടുന്ന് എത്രമാത്രം തെന്നി ഊരി പോകാൻ ശ്രമിച്ചാലും രാധികാമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്താവും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.